അപ്പോൾ 2020 രാജ്യസഭ MP ആയിട്ടുള്ള KC വേണുഗോപാലിന് അദ്ദേഹം 2026 വരെ 6 വർഷമാണ് രാജ്യസഭാ ടേം, 2026 വരെ അദ്ദേഹത്തിന് ആ ടേം നിലനിൽക്കുമ്പോൾ അദ്ദേഹം 2024 അതേ പൊസിഷനിൽ, അതായത് 2019 സംഘടനാ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ KC വേണുഗോപാൽ അതേ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ 2024 മത്സരിക്കുന്നു. അദ്ദേഹം മത്സരിച്ച് MP ആവുന്നു. വീണ്ടും 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു MLA രാജിവെപ്പിച്ച്, ഇരിക്കൂറുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ആസനം ആകുന്ന ആ ഘട്ടത്തിലേക്ക് ഒക്കെ തള്ളിവിട്ടാൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകില്ലേ? ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ VD സതീശനാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരും കടുംപിടുത്തം പിടിച്ചു. ഒരു MP പോലും മത്സരിക്കരുത്. K സുധാകരന് കലശലായ ആഗ്രഹം ഉണ്ടായിരുന്നു, അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് MP ആയിട്ടുള്ള ശ്രീ രാഘവൻ ഇതിന്റെ കാര്യം പുറത്ത് അദ്ദേഹം പറയുകയുണ്ടായി. കൊടിക്കുന്നിൽ സുരേഷൻ, അങ്ങനെ പല MP-മാർക്കും അവർക്ക് MP ആകുന്നതിനേക്കാൾ ഇവിടെ ഒരു മന്ത്രിയായിട്ടിരിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അവർക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയും അതിനേക്കാൾ ഉപരി VD സതീശനും എന്തുകൊണ്ടാണ് അത് തകർത്തത് അല്ലെങ്കിൽ അതിന് എതിരായിട്ട് നിന്നത്? അവർക്കറിയാം ഒരു MP മത്സരിച്ചാൽ അതേ ഒരു ഇത് ഉപയോഗിച്ച്, ഓപ്പണിംഗ് ഉപയോഗിച്ച് KC വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയാവുമെന്ന്. അപ്പോൾ സതീശനും രമേശ് ചെന്നിത്തല അത് തടയാൻ നോക്കിയിട്ടുണ്ട്. അത് KC വേണുഗോപാലിനെ അറിയുകയും ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഈ പന്ത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. അപ്പോൾ ഹൈക്കമാൻഡ് നിശ്ചയിച്ചാൽ, രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ KC വേണുഗോപാൽ ആവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ KC വേണുഗോപാലിന്റെ കൂടെയാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2021 ഇവിടെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ ഒരു കാര്യം കൂടി പറയണം. 2021 എങ്ങനെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തത്? 2021 ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും കൂടെ കൂടിയപ്പോൾ, ഐ ഗ്രൂപ്പും കൂടെ കൂടിയപ്പോൾ അവർക്കായിരുന്നു ബഹുഭൂരിപക്ഷ MLA-മാർ. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ച് ഇവിടെ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. സതീശൻ വിചാരിച്ചത് അവരെല്ലാവരും സതീശന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ അല്ല, ഇപ്പോൾ അതേ ആൾക്കാർ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടിയാണ് കൈവെക്കുന്നത്. എവിടെയാണോ അധികാരമുള്ളത് അവിടെയാണ് ഇപ്പൊ MLA-മാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് KC വേണുഗോപാൽ ഇതിൻ്റെ അകത്ത് മുന്നിലാണ്. പക്ഷെ അതിന്റെ പ്രത്യാഘാതം, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ അവതരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ കോൺഗ്രസിന് വലുതായിരിക്കും. അവർ വലിയ വില കൊടുക്കേണ്ടി വരും.